പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ നിമിഷവും കർത്താവ് നമ്മളെ എത്രമാത്രം അത്ഭുതകരമാവണ്ണം നമ്മെ നയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഉറങ്ങാതെ മയങ്ങാതെ ഇരുന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ദൈവം തരുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പുതിയ ദിനത്തിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. സന്ദർശിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്പനേരം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ദൈവം നമ്മെ സന്ദർശിപ്പാൻ നാം ആര്? സങ്കീർത്തനം 8:3-4 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനും അവൻ എന്തുമാത്രം. ഹല്ലേലൂയ. സകലത്തെ നിർമ്മിച്ച, അതായത് ഹല്ലേലൂയ, നാം ഒന്ന് ആകാശത്തേക്ക് നോക്ക്, ആ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ഒന്ന് നോക്കൂ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അവയൊക്കെ ഉണ്ടാക്കിയ യഹോവയായ ദൈവം നമ്മെ ഹല്ലേലൂയ നിർമ്മിച്ച അതിനെ ഹല്ലേലൂയ ആ സന്ദർശിക്കുവാനൊക്കെ വരുമ്പോൾ അപ്പൻ്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ആ അപ്പച്ചൻ ഉണ്ടാക്കിയ സകലത്തെ ഒന്ന് നോക്കിയൊന്ന് ഹല്ലേലൂയ നമുക്കൊന്ന് സ്തോത്രം പറയുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമ്മെ സന്ദർശിപ്പാൻ നാം ആര്? സകലവും ഉളവാക്കിയ അപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മളാ വളരെ, അതായത് ഗവൺമെന്റൊക്കെ പറയുന്നത് ഞാനാ എല്ലാത്തിൻ്റെ ഉടമസ്ഥ എന്ന രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉളവാക്കിയ യേശുപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഇവിടെ പറയാണ് ഹല്ലേലൂയ, 144 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത്? മനുഷ്യപുത്രൻ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം. ഹല്ലേലൂയ. നാം ഒന്നുമില്ല പ്രിയ മക്കളെ, സകലവും ഉളവാക്കിയ നമ്മുടെ കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്ത. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെ സന്ദർശിക്കുന്നു. യോബിന്റെ പുസ്തകം 7:18 പറഞ്ഞിട്ടുണ്ട്, അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ല, എങ്കിലും അപ്പൻ എന്താ? നമ്മൾ ഓരോ വട്ടവും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. യോബിന്റെ അനുഭവം നോക്കുമ്പോൾ അറിയാം, ഏതെല്ലാം തീച്ചുള്ളിയുടെ അനുഭവത്തിലൂടെ തൻ്റെ ശരീരം മുഴുവനും ഹല്ലേലൂയ ചൊറികളാൽ ബാധിച്ച് തനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ താൻ നടക്കുമ്പോഴും ഹല്ലേലൂയ താൻ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും അപ്പൻ്റെ സാന്നിധ്യം ഉണ്ട് പ്രിയ മക്കളെ. അപ്പൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുക, പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യോബിനെ പോലെ ഹല്ലേലൂയ ഇന്നും അനേക ജീവിതങ്ങൾ പല വിധത്തിൽ ഹല്ലേലൂയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ശാരീരികമായിട്ട്, മാനസികമായിട്ട് ഹല്ലേലൂയ പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളെ സന്ദർശിക്കുന്ന അപ്പച്ചനുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, എപ്പോഴെല്ലാമാണ് അപ്പച്ചൻ സന്ദർശിക്കുന്നത്? ഏത് നേരത്തൊന്നും നാം പറയും, പക്ഷേ വൈകുന്നേരവും രാത്രിയിലും എല്ലാപ്പൻ നമ്മളെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 3-8 വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഹല്ലേലൂയ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ഹല്ലേലൂയ. നോക്കൂ, അപ്പച്ചൻ ഉണ്ടാക്കിയ മനുഷ്യനെ അവരെ നോക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തോട്ടത്തിൽ അപ്പച്ചൻ ഹല്ലേലൂയ ചെല്ലുക. ഏതു നേരത്തും നമ്മുടെ അടുക്കലേക്കും നമ്മുടെ അപ്പച്ചൻ കടന്നു വരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ സന്ദർശിക്കുന്ന അപ്പച്ചനാ. നമ്മൾ വിചാരിക്കും, ഓ ഇത് രാത്രിയാ, ഓ ഇവിടെ ആരും വരത്തില്ല, ഇവിടെ അതായത് ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അല്ല പ്രിയ മക്കളെ, നമ്മെ സന്ദർശിച്ചു കൊണ്ടിരിക്കുക, നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 17:3 പറയുന്നുണ്ട്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. ഹല്ലേലൂയ. നാം ഉറങ്ങിക്കിടക്കുമ്പോഴും നാം ഏതവസ്ഥയിലൂടപ്പാ കടന്നു പോകുമ്പോഴും പ്രിയ മക്കളെ നമ്മെ സന്ദർശിക്കുന്ന അപ്പൻ ഹല്ലേലൂയ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നല്ല ചിന്തകൾ കൊണ്ടുപോകുന്നവരായി തീരണം. കർത്താവിന് ഉചിതമാകും വണ്ണം, കർത്താവിന് ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മുടെ ഹല്ലേലൂയ ഓരോ വാക്കുകളും പ്രവൃത്തികളും എല്ലാം. ഹല്ലേലൂയ. നോക്കൂ, എന്തിനാ ദൈവം നമ്മെ സന്ദർശിക്കുന്നത്? ഒന്നാമതായിട്ട് ആഹാരം നൽകുവാൻ. രൂത്തിന്റെ പുസ്തകം 1-6 പറയുന്നുണ്ട്, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ കർത്താവപ്പച്ചൻ വരും. ഹല്ലേലൂയ. നീ ഏത് ക്ഷാമത്തിലൂടെ കടന്നു പോകുന്നു, ഏത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, നിനക്ക് വേണ്ടുന്നത് തരുവാൻ നിന്റെ കർത്താവപ്പച്ചൻ, നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അടുക്കളയിലേക്ക് വരും. കഷ്ടത
കണ്ട് കടാക്ഷിപ്പാൻ വേണ്ടി പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. പ്രിയ മക്കളെ, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ ശോധന ചെയ്യുന്ന, നമ്മളെ പരീക്ഷിക്കുന്ന, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന അപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മുടെ കഷ്ടത, നമ്മുടെ പ്രയാസം, ദുഃഖമെല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഉദ്ധരിക്കുവാൻ വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട് അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മെ വിടുവിക്കുന്ന അപ്പച്ചന്റെ കരം കൂടെയുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി അപ്പൻ നമ്മെ സന്ദർശിക്കും. 106-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കൂ, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത്, നമ്മെ ഓരോരുത്തരെയും ഓർത്ത് കർത്താപ്പച്ചൻ നമ്മെ രക്ഷിക്കും. ഹല്ലേലൂയ. നാം ഏത് സ്ഥിതിയിലൂടെ കടന്നു പോയാലും, ഏത് വഴിവഴിപ്പിലാണെങ്കിലും അവിടെ നിന്നെല്ലാം നമ്മളെ ഹല്ലേലൂയ രക്ഷിക്കുന്ന അപ്പന്റെ കരം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സന്തതിയെ നൽകുവാൻ. ഇന്ന് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതമേ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ സന്ദർശിക്കുന്ന അപ്പച്ചൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-1 പറയുന്നുണ്ട്, ഹല്ലേലൂയ, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. കാലങ്ങൾ എത്രയാട്ടെ, വർഷങ്ങൾ കഴിയട്ടെ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ നിൽക്ക്. ഹല്ലേലൂയ. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നോക്കൂ, അടുത്തതായിട്ട് നോക്കൂ, പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ അപ്പൻ നമ്മളെ സന്ദർശിക്കും. 65-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ പുഷ്ടിപ്പെടുത്തുവാൻ, നാം ഒരിക്കലും നശിച്ചു പോകുവാൻ, ഇല്ലായ്മയായി പോകുവാൻ, ഹല്ലേലൂയ ഉണങ്ങിപ്പോകുവാൻ, നാം ഹല്ലേലൂയ നഷ്ടമാകുവാൻ നമ്മുടെ കർത്താപ്പച്ചൻ ഒരിക്കലും ഹല്ലേലൂയ ആഗ്രഹിക്കുന്നില്ല. പ്രിയ മക്കളെ, നമ്മുടെ അപ്പന്റെ ആഗ്രഹം നമ്മൾ പുഷ്ടിയുള്ളവരായി എന്നും തഴച്ചു വളരുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിറവിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനാ അപ്പൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? അപ്പ, ഞാൻ ഒന്നുമില്ല, എന്നെ ഒന്ന് സന്ദർശിക്കണമേ. അപ്പ, ഞാൻ എന്നെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പ, എന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞ് അപ്പന്റെ സന്നിധിയിൽ ഒന്ന് വണങ്ങുവാൻ, അപ്പനോടൊന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ, അപ്പൻ നമ്മുടെ അടുക്കലേക്ക് വരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, എന്നോട് സംസാരിക്കണം, എന്റെ അടുക്കലേക്ക് വരണേ, എന്റെ അപേക്ഷ കേൾക്കണമേ, എന്റെ വിഷയത്തിന് മറുപടി തരണമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തി ഇന്ന് വചനം കേൾക്കുന്നോ അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. വിശ്വാസത്തോട് മുന്നേറാം. പ്രിയ മക്കളെ, നമ്മെ സഹായിക്കുന്ന അപ്പന്റെ കരം ഇന്നും നമ്മോട് കൂടെയുണ്ട്. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിഷയത്തിന്മേ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പച്ചനൊന്ന് സന്ദർശിക്കണമേ. അപ്പച്ചൻ അവർക്ക് ഹല്ലേലൂയ വേണ്ടുന്നതല്ല നൽകി കൊടുക്കണം. അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമ്മെ സന്ദർശിക്കുന്ന അപ്പച്ചൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. വിശ്വാസത്തോടെ നമ്മുടെ കാഴ്ച വെപ്പാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം.